മലയാളത്തിനുമുണ്ട് ഒരു കലക്കൻ സൂപ്പർ ഹീറോ യൂണിവേഴ്സ്. ലോക റിവ്യൂ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ഒന്ന് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. മിന്നൽ മുരളി ടോവിനോയ്ക്ക് വേണ്ടി അളവെടുത്ത് തയ്പ്പിച്ച സൂപ്പർ ഹീറോ കുപ്പായമാണെങ്കിൽ ചന്ദ്ര, നീലി എന്നീ വണ്ടർ വുമണായി മാറാൻ നിലവിൽ മലയാളത്തിൽ കല്യാണി അല്ലാതെ മറ്റൊരു ഓപ്ഷൻ ഇല്ലെന്ന് പറയേണ്ടി വരും. ഹോളിവുഡിൻ്റെ മാർവൽ സീരീസ് ചിത്രങ്ങൾ അത്ഭുതത്തോടെ കാണുന്ന തനി മലയാളി പ്രേക്ഷകർക്ക് ഇനി അഭിമാനത്തോടെ പറയാം, ഞങ്ങൾക്കുമുണ്ട് ഒരു കൊച്ചു സൂപ്പർ ഹീറോ യൂണിവേഴ്സ് എന്ന്. ഒരുപക്ഷെ നാളെ മലയാള സിനിമയ്ക്ക് തന്നെ അഭിമാനമായി മാറിയേക്കാവുന്ന ഒരു സിനിമാറ്റിക് യൂണിവേഴ്സിലേക്കുള്ള വാതിലുകൾ തുറന്നിട്ടിരിക്കുകയാണ് ലോക പാർട്ട് 1. ഒരു സുപ്രഭാതത്തിൽ ബാംഗ്ലൂർ നഗരത്തിലേക്കും താമസം മാറി എത്തുകയാണ് ചന്ദ്ര. അടിമുടി ദുരൂഹതയുള്ള ഒരു കഥാപാത്രമാണ് ചന്ദ്ര. രാത്രികാലങ്ങളിൽ ഒരു കഫേയിൽ ജോലി ചെയ്യുന്നുമുണ്ട് കക്ഷി. ചന്ദ്രയുടെ ഫ്ലാറ്റിൽ എതിർവശത്താണ് ഉണ്ണി, വേണു, നൈജിൻ എന്നീ 3 ചെറുപ്പക്കാർ താമസിക്കുന്നത്. സുന്ദരിയായ ചന്ദ്രയോട് സണ്ണിക്ക് ആകർഷണം തോന്നുന്നു. ചന്ദ്രയോട് കൂട്ടാവാനും ഇംപ്രസ് ചെയ്യാനുമായൊക്കെയുള്ള സണ്ണിയുടെ ശ്രമങ്ങൾക്കിടയിൽ ചന്ദ്രയെ സംബന്ധിച്ച ചില നിഗൂഢതകൾ സണ്ണി തിരിച്ചറിയുകയാണ്. അതോടെ സണ്ണിയും പ്രശ്നത്തിലാവുന്നു. ആരാണ് ചന്ദ്ര? ചന്ദ്രയുടെ വരവിൻ്റെ ഉദ്ദേശമെന്ത്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം സണ്ണി തേടി നടക്കുന്നതോടുകൂടി കാര്യങ്ങൾ സംഭവബഹുലമായി മാറുകയാണ്. ചന്ദ്ര എന്ന സൂപ്പർ ഹീറോയായി ഗംഭീര പ്രകടനമാണ് കല്യാണി പ്രിയദർശൻ കാഴ്ചവച്ചിരിക്കുന്നത്. മിന്നൽ മുരളി ടോവിനോയ്ക്ക് വേണ്ടി അളവെടുത്ത് തയ്പ്പിച്ച സൂപ്പർ ഹീറോ കുപ്പായമാണെങ്കിൽ ചന്ദ്ര, അതായത് നീലി എന്ന വണ്ടർ വുമണായി മാറാൻ നിലവിൽ മലയാളത്തിൽ കല്യാണി അല്ലാതെ മറ്റൊരു ഓപ്ഷൻ ഇല്ലെന്ന് പറയേണ്ടി വരും. അത്രയും മികവോടെയാണ് കല്യാണി ചന്ദ്രയായി മാറിയിരിക്കുന്നത്. പ്രണയം, പേടി, അത്ഭുതം എന്നിങ്ങനെയുള്ള വികാരങ്ങളെല്ലാം റോളർ കോസ്റ്റ് റൈഡ് നടത്തുന്ന സണ്ണി എന്ന കഥാപാത്രമായി നസ്ലേനും കയ്യടി നേടുന്നു. പ്രതിനായകനായി എത്തിയ സാൻഡിയുടെ അഭിനയമാണ് എടുത്തു പറയേണ്ട മറ്റൊരു ഘടകം. നായികയ്ക്ക് ഒത്ത വില്ലനായി തിളങ്ങുന്നുണ്ട് സാൻഡി. ചന്തു സലീം കുമാർ, അരുൺ കുര്യൻ, നിഷാന്ത് സാഗർ, വിജയരാഘവൻ, രഘുനാഥ് പലേരി, ശിവജി പത്മനാഭൻ, ശരത് സഭ എന്നിവരും തങ്ങളുടെ റോളുകൾ മികച്ചതാക്കി. ലോക യൂണിവേഴ്സിൽ ബൃഹത്താക്കാൻ കാമിയോ റോളുകളുടെ ഒരു സർപ്രൈസ് പാക്ക് തന്നെ കാത്തുവച്ചിട്ടുണ്ട് സംവിധായകൻ ഡൊമിനിക് അരുൺ. മൂത്തോൻ മുതൽ അങ്ങോട്ട് നീളുന്ന കഥാപാത്രങ്ങൾ സ്ക്രീനിൽ മിന്നി മറഞ്ഞു പോകുമ്പോൾ വരാനിരിക്കുന്നത് ഒരു വമ്പൻ യൂണിവേഴ്സ് ആണെന്ന സൂചന പ്രേക്ഷകർക്കും ലഭിക്കും. സംവിധായകനായ ഡൊമിനിക് അരുൺ ആണ് ചിത്രത്തിൻ്റെ രചന നിർവഹിച്ചതും. ലോക എന്ന സൂപ്പർ ഹീറോ സിനിമാറ്റിക് യൂണിവേഴ്സിലെ ആദ്യ ഭാഗമാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഫാന്റസിയോടുകൂടിയൊരു ലോകമാണ് ലോക നമുക്ക് മുന്നിൽ തുറന്നിടുന്നത്. അതിനാവട്ടെ തനി മലയാളി ടച്ച് നൽകാനും സംവിധായകനും കൂട്ടുകാർക്കും സാധിച്ചിട്ടുണ്ട്. ഓരോ മലയാളിയും ഐതിഹ്യങ്ങളും കഥകളും എല്ലാം ഒരു മാലയിലെന്ന പോലെ രസകരമായി കോർത്തു വെച്ചിട്ടുണ്ടെന്ന് ലോക അതിൻ്റെ ഭാവനാ പ്രപഞ്ചം പടുത്തുയർത്തിയിരിക്കുന്നത്. പ്രേതം, യക്ഷി, ചാത്തൻ തുടങ്ങിയ മിത്തുകളെ പുതിയ കാലവുമായി കൂട്ടിയിണക്കിയ രീതിയും അഭിനന്ദനം അർഹിക്കുന്നു. സാങ്കേതിക മേഖലകളിലെല്ലാം ലോക മികവ് പുലർത്തിയിട്ടുണ്ട്. അത് ഛായാഗ്രഹണമായാലും എഡിറ്റിംഗ് ആയാലും VFX ആയാലും ഹോളിവുഡ് ലെവൽ മേക്കിങ്ങിനെ കിടപിടിക്കുന്നുണ്ട് ചിത്രം. നിമീഷ് രവിയാണ് ഛായാഗ്രഹണം. മറ്റെന്തൊക്കെയോ ലോകത്തേക്ക് പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടു പോകുന്നതിൽ നിമിഷിൻ്റെ ക്യാമറയ്ക്ക് വലിയൊരു പങ്കുണ്ട്. ചിത്രത്തെ ആകെ മൊത്തം എലിവേറ്റ് ചെയ്യുന്നത് ജെയ്ക്സ് ബിജോയിയുടെ ഇൻ്റർനാഷണൽ ലെവലിലുള്ള സ്കോറാണ്. യാഥാർത്ഥ്യം, ഫാന്റസിയുമെല്ലാം ഇതൾ വിരിഞ്ഞതുപോലെ ലോകയുടെ കാഴ്ചകൾ ഏറ്റവും സൂക്ഷ്മതയോടെ തന്നെ എഡിറ്റ് ചെയ്തിട്ടുണ്ട് ചമൻ ചാക്കോ. തിയേറ്റർ ആംബിയൻസിൽ തന്നെ കണ്ട് ആസ്വദിച്ച് അനുഭവിച്ചറിയേണ്ട ചിത്രമാണ് ലോക. വൈഫർ ഫിലിംസാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. നിർമ്മാതാവെന്ന രീതിയിൽ മാത്രമല്ല, ലോകയുടെ ആത്മാവായി ദുൽഖറും തൻ്റെ കയ്യൊപ്പ് ചാർത്തുന്നുണ്ട് ചിത്രത്തിൽ. ലോക യൂണിവേഴ്സിൻ്റെ മൂത്തോനായി ആ ഇതിഹാസ താരം കൂടി എത്തിയേക്കാമെന്ന പ്രതീക്ഷയും കേട്ട കഥകളേക്കാൾ ഇനി കേൾക്കാനുണ്ടെന്ന പ്രത്യാശയും സമ്മാനിച്ചുകൊണ്ടാണ് ലോക അവസാനിക്കുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക.